കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA വിദ്യാർത്ഥികൾക്ക് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2021 17ാമത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി റേഞ്ച് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഓഫ് ദി ഫോളോയിങ് ഡാറ്റ. 43.5, then 13.6, 18.9, 38.4, 61.4, then 29.8. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റേഞ്ചിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റേഞ്ച് ഈസ് ഈക്വൽ ടു എന്താണ്? H-L എന്നുള്ളതാണ്. ഓക്കെ, റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H-L, അതായത് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഇവിടെ നമുക്ക് തന്നതിൽ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 61.4. ഓക്കെ, 61.4 ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ ഹയസ്റ്റ് വാല്യൂ. ഇനി ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 13.6 ആണ്. ഓക്കെ, 13.6. അപ്പോൾ നമുക്ക് 61.4 മൈനസ് 13.6 കണ്ടു കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും? 47.8 എന്ന് റേഞ്ച് കിട്ടും. ഇനി രണ്ടാമത് നമുക്ക് വേണ്ടത് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? H-L ഡിവൈഡ് ബൈ H+L ആണ്. അതായത് H-L എന്ന് പറയുന്നത് 61.4 മൈനസ് 13.6 ഡിവൈഡഡ് ബൈ 61.4 പ്ലസ് 13.6 എന്ന് കിട്ടും. അതായത് കണ്ടു കഴിഞ്ഞാൽ 47.8 ഡിവൈഡഡ് ബൈ 75 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.64 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 2021 23ാമത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Find the mean deviation and coefficient of mean deviation of 3, 6, 6, 7, 8, 11, 15, 16. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീൻ ഡീവിയേഷനും അതേപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷനും ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന എക്സിനെ ഇതേ രൂപത്തിൽ കൊടുക്കുന്നു. 3, 6, 6, 7, 8, 11, 15, 16. ഇനി നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് മോഡുലസ് ഡി ആണ്. അതായത് ഇവിടെ മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഡി ഡിവൈഡ് ബൈ എൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ മോഡുലസ് ഡി കാണണം. മോഡുലസ് ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. എക്സ് മൈനസ് എക്സ് ബാർ ആണ് മോഡുലസ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. സിഗ്മ എക്സ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും? 72 എന്ന് കിട്ടും. അപ്പോൾ 72 ഡിവൈഡ് ബൈ എൻ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, അപ്പോൾ 72 ഡിവൈഡ് ബൈ 8 കണ്ടാൽ നമുക്ക് മീൻ എത്ര കിട്ടും? 9 എന്ന് കിട്ടും. ദെൻ അതിനുശേഷം നമ്മൾ മോഡുലസ് ഡി കാണുന്നു. അതായത് 3 മൈനസ് 9 6. ഇവിടെ -6 കൊടുക്കൂല. മോഡുലസ് ഡി ആകുമ്പോൾ സൈൻ വിത്തൗട്ട് സൈൻ ആണ്. 6 മൈനസ് 9 3, 6 മൈനസ് 9 3, 7 മൈനസ് 9 2. ഇതേ രീതിയിൽ കാണുന്നു. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ സിഗ്മ മോഡുലസ് ഡി കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കുക. മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഡി ഡിവൈഡ് ബൈ എൻ ആണ്. അതായത് സിഗ്മ മോഡുലസ് ഡി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 30 ആണ്. ഡിവൈഡ് ബൈ എൻ എത്രയാണ്? എൻ എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മീൻ ഡീവിയേഷൻ്റെ വാല്യൂ കിട്ടും. മീൻ ഡീവിയേഷൻ്റെ വാല്യൂ എത്ര വരും? 30 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ 3.75 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കോഎഫിഷ്യൻ്റ് ഓഫ് എം ഡി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ അതായത് എങ്ങനെ വരും? മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ് ബാർ എന്ന് വരും. അതായത് മീൻ ഡീവിയേഷൻ ഇവിടെ എത്രയാണ്? 3.75 ആണ്. എക്സ് ബാർ അതായത് മീൻ എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0.4166 എന്നുള്ള രീതിയിലേക്ക് ആൻസർ കിട്ടും. അതായത് 4.42 എന്ന് നമ്മൾ റൗണ്ട് ചെയ്താൽ കിട്ടും. ഓക്കെ, 2021 തന്നെ ചോദിച്ച
27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദി ഫോളോയിങ് ഡാറ്റ ഗിവ്സ് ദി നമ്പർ ഓഫ് വെഹിക്കിൾസ് സോൾഡ് ബൈ എ മേജർ ടൊയോട്ട ഷോറൂം ഇൻ എ ഡേ വാസ് റെക്കോർഡഡ് ഫോർ 10 വർക്കിംഗ് ഡേയ്സ്. ഫൈൻഡ് ദി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യന്റ്. അപ്പോൾ ഇവിടെ ഡേ തന്നിട്ടുണ്ട്, അതേപോലെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഡേ നമ്മൾ എക്സ് ആയിട്ട് കൊടുക്കുന്നു, ഫ്രീക്വൻസി കാണിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ കാണിക്കേണ്ടത് ഇവിടെ CF ആണ്. ഇവിടെ CF എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. അതായത് ഇവിടെയുള്ള ഫ്രീക്വൻസികൾ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ 20 ആണ് ഫസ്റ്റ് വരുന്നത്. 20യുടെ കൂടെ അടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്യുക 15, അപ്പോൾ 35 കിട്ടും. ഇനി 35ൻ്റെ കൂടെ 18 ആഡ് ചെയ്യുന്നു, ഇപ്പോൾ 53. ഇതേ രീതിയിൽ നമ്മൾ മൊത്തം CF കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് വരിക? ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി എത്ര വരും? 178 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീക്വൻസിയുടെ ടോട്ടൽ കിട്ടി, CF കിട്ടി. ഇനി നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? Q1 കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, Q1 ഈസ് ഈക്വൽ ടു എന്താണ്? സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം ആണ്. അതായത് ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 178 ആണ്, പ്ലസ് 1 ഡിവൈഡ് ബൈ 4, അതായത് 179 ഡിവൈഡ് ബൈ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 44.75 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 44.75 എന്നുള്ളത് നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കുക. ഇവിടെ ജസ്റ്റ് നോക്കുക, 35 വരില്ല. അപ്പോൾ അടുത്ത വരുന്ന ഏതാണ്? 53 ആണ്. അപ്പോൾ ഇതിന് നേരെ വരുന്ന എക്സിൻ്റെ വാല്യൂ ആണ് Q1. അതായത് Q1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇതേപോലെ നമ്മൾ Q3 കാൽക്കുലേറ്റ് ചെയ്യുന്നു. Q3 എന്ന് പറയുന്നത് എന്താണ്? 3 × n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം ആണ്. അതായത് 3 × n+1 ഡിവൈഡ് ബൈ 4th നമ്മൾ ഓൾറെഡി കണ്ടു, 44.75 ആണ്. അതായത് എത്ര കിട്ടും? 134.25 എന്ന് കിട്ടും. അതായത് 134 നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ വരുന്ന എവിടെയാണ്? ഇവിടെ 125 വരിക, നെക്സ്റ്റ് 150 എന്നതിലാണ് വരിക. അപ്പോൾ ഇതിന് നേരെ വരുന്നതാണ് Q3. അതായത് Q3 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ഇതിന് നേരെ വരുന്ന എക്സിൻ്റെ വാല്യൂ 9 ആണ്. Q3 ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കാണേണ്ടത് എന്താണ്? ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ആണ് ഒന്നാമത്തെ കാണേണ്ടത്. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Q3 - Q1 ആണ്. Q3 - Q1. Q3 എന്ന് പറയുന്നത് ഇവിടെ 9 ആണ്. ഇനി Q1 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ എത്ര കിട്ടും? 6 എന്ന് ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ Q3 - Q1 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്ന ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. Q3 എത്രയാണ്? 9 ആണ്. Q1 എത്രയാണ്? Q1 എന്ന് പറയുന്നത് 3 ആണ്, ഡിവൈഡ് ബൈ 2. അതായത് എങ്ങനെ വരും? 6 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട അടുത്ത മൂന്നാമത്തെ ഐറ്റം എന്താണ്? തേർഡ് ഐറ്റം എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് QD ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? Q3 - Q1 ഡിവൈഡ് ബൈ Q3 + Q1 ആണ്. അതായത് ഇവിടെ 9 - 3 ഡിവൈഡ് ബൈ 9 + 3 എന്ന് വരും. അതായത് 6 ഡിവൈഡ് ബൈ 12, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 0.5 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി 2022 27th ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഫ്രം ദി ഫോളോയിങ് വാല്യൂസ്. സൈസ് 2, 4, 6, 8, 10, 12. ഫ്രീക്വൻസി 2, 4, 5, 6, 7, 8. ഓക്കെ, അപ്പോൾ ഇവിടെ സൈസ് എക്സിൻ്റെ വാല്യൂസ് കൊടുത്തു, ഫ്രീക്വൻസിയുടെ വാല്യൂ കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ f × x - x ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ നമ്മൾ ആദ്യം എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ്, എക്സിൻ്റെ വാല്യൂസ് കൊടുത്തു, എഫിൻ്റെ വാല്യൂ ഫ്രീക്വൻസി വരുന്നുണ്ട്. അപ്പോൾ FX കാണുന്നു. 2 × 2 4, 4 × 4 16. ഇതേ രീതിയിൽ FX കണ്ടു. അപ്പോൾ സിഗ്മ FX 264 എന്ന് കിട്ടും.
അപ്പോൾ നമ്മൾ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എക്സ് ബാർ ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ, അതായത് എങ്ങനെ വരും? 264 ഡിവൈഡ് ബൈ 32. എൻ എന്ന് പറയുന്നത് എഫിൻ്റെ ടോട്ടലാണ്. അപ്പോൾ 8.25 എന്ന് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എക്സ് ബാറിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, എക്സ് ബാറിൻ്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എക്സ് മൈനസ് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സിൽ നിന്നും, അതായത് 2 എന്നതിൽ നിന്നും എക്സ് ബാർ 8.25 മൈനസ് ചെയ്യുക. അപ്പോൾ -6.25. ഇങ്ങനെ ഓരോ എക്സിൽ നിന്നും ഈ 8.25നെ മൈനസ് ചെയ്യുന്നു. 4 മൈനസ് 6 മൈനസ് എല്ലാം 8.25 മൈനസ് ചെയ്യുന്നു. എക്സ് മൈനസ് എക്സ് ബാർ കിട്ടും. ഇനി ഇതിൻ്റെ സ്ക്വയറാണ് നെക്സ്റ്റ് നമ്മൾ കാണുന്നത്. -6.25ൻ്റെ സ്ക്വയർ, ഇതേപോലെ ഓരോന്നിൻ്റെ സ്ക്വയർ കാണുന്നു. അവസാനത്തെ കോളത്തിൽ നമ്മൾ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഈ സ്ക്വയറിന്. അതായത് ഇവിടെ 2 × 39.0625 എന്നുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതേ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമ്മൾക്ക് കിട്ടും എത്രയാണ്? 310 എന്ന് കിട്ടും. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എത്രയാണ്? 310 ആണ്. എൻ എന്ന് പറയുന്നത് എത്രയാണ്? 32 ആണ്. ഓക്കെ, ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇവിടെ √9.6875 എന്ന് കിട്ടും. അതായത് എത്ര വരും? 3.112474 എന്നുള്ള രീതിയിലേക്ക് ആൻസർ കിട്ടും. ഓക്കെ, 3.112474 എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടും. ഇനി ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട മറ്റൊന്ന് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ് മറ്റൊന്ന് ക്വസ്റ്റനിൽ പറഞ്ഞത്. അതായത് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ആണ്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 3.112474 ആണ്. ദെൻ എക്സ് ബാർ എന്ന് പറയുന്നത് 8.25 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0.377269 എന്ന് കിട്ടും. ഇവിടെ നോർമലി നമ്മൾ പെർസെൻറ്റേജിലാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ ×100 കൂടെ കാണാം. അപ്പോൾ നമുക്ക് 37.7 എന്നുള്ള രീതിയിൽ പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനും എന്തും കാണേണ്ടത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണുന്നത്. ഓക്കെ, ഇനി അടുത്ത 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദി ഫോളോയിങ് വാല്യൂസ് ഫൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5, 8, 7, 11, 9, 10, 8, 2, 4, 6. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതിനെ ലാസ്റ്റ് സിഗ്മ എക്സ് കാണുന്നു 70. ദെൻ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ഇവിടെ എന്താണ്? സിഗ്മ √സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ എന്നുള്ളതാണ്. ഇവിടെ ഫ്രീക്വൻസി ഇല്ല. അപ്പോൾ നമ്മൾ എക്സ് ബാർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ. എക്സ് ബാർ ഇസ് ഈക്വൽ ടു എന്താണ്? സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ ആണ്. സിഗ്മ എക്സ് 70 ആണ്. ഇനി എൻ എന്ന് പറയുന്നത് 10 ആണ്. 1, 2, 3, 4, 5 ഇങ്ങനെ എണ്ണുന്നു. അപ്പോൾ ടോട്ടൽ 70 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 7 എന്ന് കിട്ടും എക്സ് ബാർ. ഇനി നമ്മൾ എക്സ് മൈനസ് എക്സ് ബാർ കാണുന്നു. അതായത് 5 - 7 - 2, 8 - 7 ഈ രീതിയിൽ നമ്മൾ എക്സ് ബാർ മൈനസ് ചെയ്യുന്നു എക്സിൽ നിന്നും. അതിൻ്റെ സ്ക്വയർ കാണുന്നു. -2 സ്ക്വയർ 4, 1 സ്ക്വയർ 1. ഇതേ രീതിയിൽ ഇതിനെ സ്ക്വയർ ചെയ്ത് ഇതിനെ ടോട്ടൽ ചെയ്യുന്നു. 70 എന്ന് കിട്ടും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ആണ്. ഇവിടെ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എത്രയാണ്? 70 എന്ന് കിട്ടിയിട്ടുണ്ട്. എൻ എത്രയാണ്? 10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? √7 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.64575 എന്ന് കിട്ടും. അടുത്ത കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് വേരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ എന്നുള്ളതാണ് ഇക്വേഷൻ. അതായത് 2.64575ൻ്റെ സ്ക്വയർ കാണണം. അതായത് നമുക്ക് എങ്ങനെ കിട്ടും? 7 എന്ന് ആൻസർ കിട്ടും. അടുത്ത നമുക്ക് കാണേണ്ടത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ആണ്. അതായത് 2.64575 ഡിവൈഡ് ബൈ 7 എന്ന് കിട്ടും. അതായത് 0.37796 ഇങ്ങനെ വരും. ഇത് നോർമലി നമ്മൾ പെർസെൻറ്റേജിലാണ് കാണിക്കുക. ×100 കൂടെ കൊടുക്കുക. ×100 ഇപ്പോൾ നമുക്ക് എത്ര കിട്ടും? 37.79 എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, ഇനി 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി റേഞ്ച് ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻ, വെയിറ്റ്, നമ്പർ ഓഫ് ചിൽഡ്രൻ. ഇവിടെ എക്സും എഫും ആണ് തന്നത്. അപ്പോൾ ഇവിടെ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്?
റേഞ്ച് ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ കേസിൽ എച്ച് മൈനസ് എൽ ആണ്. ഹയസ്റ്റ് വാല്യൂ എടുക്കണം. ഇവിടെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 38 ആണ്. ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 38 മൈനസ് 5 ദറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 33 എന്ന് കിട്ടും. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എച്ച് മൈനസ് എൽ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ എന്നുള്ളതാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 38 മൈനസ് 5 ഡിവൈഡഡ് ബൈ 38 പ്ലസ് 5. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 33 ഡിവൈഡഡ് ബൈ 43. ദറ്റ് ഈസ് ഈക്വൽ ടു 0.77 എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഫൈൻഡ് ദി ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓഫ് ദി ഫോളോയിങ്. ഓക്കെ, 391, 384, 591, 407, 672, 522, 777, 1490, 1488. അപ്പോൾ ഇവിടെ ഇതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം തന്നിരിക്കുന്നതിന്. അപ്പോൾ ഫസ്റ്റ് എന്ത് വരും? 384 എന്ന് വരും. അസെൻഡിങ് ഓർഡർ 391, 407 ആ ഓർഡറിൽ അസെൻഡിങ് ഓർഡറിൽ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണണം. ആദ്യം Q1 കാണണം. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാൻ Q1 കാണാൻ എന്താണ്? സൈസ് ഓഫ് n plus 1 ഡിവൈഡ് ബൈ n plus 1 ഡിവൈഡ് ബൈ 4th ഐറ്റം ആണ് കാണേണ്ടത്. അതായത് n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 1 2 3 4 5 6 7 8 9 ആണ്. അപ്പം 9 പ്ലസ് എന്ത് വരും? 9 പ്ലസ് 1 ഡിവൈഡ് ബൈ 4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ 4 2.5 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടാമത്തതിൻ്റെയും മൂന്നാമത്തതിൻ്റെയും ഇടയിലാണ് നമ്മുടെ Q1 വരുന്നത്. അത് നമ്മൾ കറക്റ്റ് Q1 കാണാൻ രണ്ടാമത്തെ വാല്യൂ 391ഉം മൂന്നാമത്തെ വാല്യൂ 407ഉം എടുക്കുന്നു. ഡിവൈഡ് ബൈ 2 കാണുന്നു. അത് കഴിഞ്ഞാൽ 399 എന്നുള്ള രീതിയിലേക്ക് Q1 കിട്ടും. ഇനി Q3 ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? 3 ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 4th ഐറ്റമാണ്. ഓക്കെ, അതായത് 3 ഇൻറ്റു 2.5 ദറ്റ് ഈസ് ഈക്വൽ ടു 7.5 എന്ന് വരും. ഓക്കെ, 7.5. ഇപ്പോൾ 7 എന്നുള്ള 1 2 3 4 5 6 7. ഇപ്പോൾ 7th 1ഉം 8th 1ഉം ഇതിനിടയിലാണ് Q3 വരുന്നത്. കറക്റ്റ് Q3 കാണാൻ ഇവിടെ നമ്മൾ ഇത് രണ്ടിനെയും എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഡിവൈഡ് ബൈ 2 കാണുന്നു. അതായത് എങ്ങനെ വരും? കണ്ടു കഴിഞ്ഞാൽ 1133.5 എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടും. 1133.5 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണേണ്ടത് എന്താണ്? ഇവിടെ ക്വാർട്ടൈൽ ഡീവിയേഷനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ എന്താണ്? 2 ആണ്. അതായത് 1133.5 മൈനസ് 399 ഡിവൈഡ് ബൈ 2 അതായത് 367.25 എന്ന ആൻസർ കിട്ടും. ഓക്കെ.